ശ്രീ എം എ വിനോദ്, ഈ രാജ്യം പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ അത് പ്രത്യേകിച്ചും BJP സർക്കാർ ഉള്ളപ്പോൾ ആവിഷ്കരിക്കുമ്പോഴെല്ലാം ഉയർന്നു വരുന്നൊരു വാദം കാവ്യവൽക്കരണം. അത് നേരത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്തും ഇത് വന്നിരുന്നു. ഇപ്പോൾ NEP വന്നപ്പോഴും ഇതാണ് വന്നത്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ കേരളം ഇപ്പോൾ ഒപ്പിട്ടു. NEPയിൽ എന്താണ് കുഴപ്പമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് ചോദിക്കുന്ന ഒരു സ്ഥിതി വരെ എത്തി. പക്ഷേ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ CPI അതിനെ എതിർക്കുന്നു. അപ്പോൾ CPM പറയുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇതിൽ ഒപ്പിട്ടു. അപ്പോൾ ഇതാണ് അവർ തിരിച്ചു പറയുന്നത്. എന്താണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം? ഇവരെന്താണ് പറയുന്നത്? അല്ല, ഇത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് തന്നെ തിരിച്ച് ചോദിച്ചാൽ മതി. കാരണം NEPയിൽ എന്താ കുഴപ്പമെന്ന് അദ്ദേഹം ഓപ്പണായിട്ട് ചോദിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് ഞാൻ മാറ്റി എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിവർത്തനം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെ 2020 NEP ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് PM ഉഷ പദ്ധതി, മറ്റേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ഓൾറെഡി നടത്തി കഴിഞ്ഞു. കേരളവും അത് അക്സെപ്റ്റ് ചെയ്ത് പോയി. കേരളത്തിലൊക്കെ സ്ഥാപനങ്ങൾ നേരിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ദീനദയാൽ കൗശൽ കേന്ദ്ര പോലുള്ള ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് കോഴ്സുകൾ ആരംഭിച്ചു. BVOC കോഴ്സുകൾ, MVOC കോഴ്സുകൾ, കോഴ്സിൻ്റെ റീസ്ട്രക്ചറിങ് നടന്നു. സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പോലും ചെറിയ മൊബൈൽ ഫോൺ നന്നാക്കി കൊടുക്കുന്നത് മുതലുള്ള ഒരുപാട് ഈ ദീനദയാൽ കൗശൽ കേന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ ഓൾറെഡി നടപ്പായി കഴിഞ്ഞു. പിന്നെ NEP ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി നിരവധി പ്രോജക്റ്റുകൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. PM ശ്രീ എന്നുള്ള പേര് നമുക്കറിയാം, പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ആത്മനിർഭർ ഭാരത് എന്നുള്ള വിവിധ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കും. അപ്പോൾ സാധാരണ ഇതിന് മുൻപുണ്ടായിരുന്ന ഗവൺമെൻറ്റുകളെ പോലെയല്ല. കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ലക്ഷ്യമെന്ന് പറയുന്നത് 2047 ആണ്. 2047 ഭാരതത്തെക്കുറിച്ചാണ് അവർ സ്വപ്നം കാണുന്നത്. അല്ലാതെ ഈ റോഡിൻ്റെ കുഴിയടയ്ക്കുന്ന മാതിരി ഇന്നത്തെ പാച്ച് വർക്കല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് NEP 2020. ആ NEPയുടെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ PM ശ്രീ പദ്ധതി. ഇതിൽ രാഷ്ട്രീയവും ഫണ്ടും ഒക്കെ മാറ്റിവെക്കുക. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ഒക്കെ മാറ്റി വെച്ചിട്ടൊരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നോക്കിയാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊട്ടാകെ ഏതാണ്ട് 14 ലക്ഷത്തോളം സ്കൂൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഏതാണ്ടൊരു 1%, ഒരു 14,500 സ്കൂളുകളെ സെലക്ട് ചെയ്ത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിലുള്ള ഒരു തീരുമാനം. അത് 2022 ഇംപ്ലിമെൻ്റ് ചെയ്ത പ്രോജക്റ്റാണ്. 2022 അത് നടപ്പായില്ല ഒരിടത്തും. 2023-24 അധ്യയന വർഷം, 24-25 അധ്യയന വർഷം, ഇത് രണ്ടും കഴിഞ്ഞു പോയി. 2025-26 അധ്യയന വർഷം നടക്കുന്നു. അതായത് 3ാമത്തെ അക്കാഡമിക് ഇയറാണ് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ട്. ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് 620 ഡിസ്ട്രിക്റ്റുകളിൽ 13,000-ന് മുകളിൽ സ്കൂളുകളിൽ ഓൾറെഡി ഇത് നടപ്പായി കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിലത് നടപ്പാക്കിയാലും 300-നടുത്ത് സ്കൂളുകൾക്കാണത് ലഭിക്കുള്ളൂ.